വെൽക്കം ടു മെട്രിക്സ് അക്കാഡമി ഫോർ സിവിൽ എഞ്ചിനീയറിംഗ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൽ മറ്റൊരു യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് ഡൈനാമിക് ബ്ലോക്കിലെ വിസിബിലിറ്റി പാരാമീറ്റേഴ്സ്. ഈ ഒരു വിൻഡോയിൽ ഞാനിവിടെ വിസിബിലിറ്റി പാരാമീറ്റേഴ്സ് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാനിവിടെ ഒരു വിൻഡോയിൻ്റെ ഉള്ളിൽ തന്നെ 3 വിൻഡോ ആണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് WD3 ഒന്ന്, WD2 ഒന്ന്, WD1 3 സൈസുള്ള വിൻഡോസ്. ഇവിടെ ഞാൻ WD2 സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ സൈസിലുള്ള വിൻഡോ നമുക്കിവിടെ വിസിബിളായി വരും. അതുപോലെ തന്നെ WD1 സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സൈസിലുള്ള വിൻഡോസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ വരും. അതായത് ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ബ്ലോക്ക്സ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ വിസിബിലിറ്റി ഷോ ചെയ്യാനും ഹൈഡ് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ഡൈനാമിക് ബ്ലോക്കിൽ വിസിബിലിറ്റി പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു 3 വിൻഡോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് പറയുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ 150 × 150, അതുപോലെ തന്നെ 100 × 150, അതുപോലെ തന്നെ 50 × 150. ഇങ്ങനെ ഒരു 3 വിൻഡോ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ക്രിയേറ്റ് ചെയ്ത വിൻഡോനെ ഇനി എന്ത് ചെയ്യണം, ഡൈനാമിക് ബ്ലോക്കാക്കി മാറ്റണം. അപ്പോൾ അതിനായി ഞാനിവിടെ ഈ 3 വിൻഡോയും സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു, ബ്ലോക്കാക്കി മാറ്റുന്നു. ബ്ലോക്കാക്കി മാറ്റാൻ B എന്ന കമാൻഡ് പ്രസ് ചെയ്യുന്നു, B ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ഒരു പേര് കൊടുക്കുന്നു. ഇതിന് വിൻഡോസ് എന്നുള്ള പേര് കൊടുക്കുന്നു. ഞാനിവിടെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ പിക്ക് പോയിൻ്റ് പറഞ്ഞു കൊടുക്കുന്നു. ഇതിൻ്റെ പിക്ക് പോയിൻ്റ് ഞാനിവിടെ സെൻറ്റർ പോയിൻ്റ് ആക്കി കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇതൊരു ബ്ലോക്കായി മാറിയപ്പോൾ ഇനി ഈ ബ്ലോക്കിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ അടിക്കുക, ബ്ലോക്ക് എഡിറ്റർ സെലക്ട് ചെയ്യുന്നു. ഇത് ബ്ലോക്ക് എഡിറ്ററിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് എഡിറ്ററിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് പാരാമീറ്റേഴ്സ്, ആക്ഷൻ, പാരാമീറ്റർ സെറ്റ്, കൺസ്ട്രെയിൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ്. ഇതാണ് നമ്മൾ പാരാമീറ്റേഴ്സ്, അതായത് ബ്ലോക്ക് എഡിറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരാമീറ്റേഴ്സ് പറഞ്ഞു കൊടുക്കുന്നത് ഇതിലൂടെയാണ്. ഇപ്പോൾ എനിക്ക് ഏത് പാരാമീറ്ററാണ് ഇവിടെ കൊടുക്കേണ്ടത്, വിസിബിലിറ്റി. അപ്പോൾ വിസിബിലിറ്റി പാരാമീറ്റർ എന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ പോയിൻ്റ് ഞാനിവിടെ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വിസിബിലിറ്റി പാരാമീറ്റേഴ്സിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം ഈ ഓരോ വിൻഡോയുടെയും നമുക്ക് എന്ത് ചെയ്യണം, ഓരോ വിസിബിലിറ്റി സ്റ്റേറ്റ് ആക്കി മാറ്റണം. അങ്ങനെ വിസിബിലിറ്റി സ്റ്റേറ്റ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തുണ്ട്, വിസിബിലിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു വിസിബിലിറ്റി സ്റ്റേറ്റ് 0 ഉണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, റീനെയിം ചെയ്തിട്ട് അതിന് W3 എന്ന പേരിൽ W3 _150 × 150 എന്ന പേരിൽ ഞാൻ പേര് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ പേര് കൊടുക്കുന്നു W2 _100 × 150. ഓക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും പുതിയൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. W1 _50 × 150. ഓക്കെ. ഇപ്പോൾ 3 ടൈപ്പിലുള്ള വിസിബിലിറ്റി സ്റ്റേറ്റസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഓക്കെ പറഞ്ഞു. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വിൻഡോ കാണുന്ന സമയത്ത് ഈ മറ്റുള്ള വിൻഡോകൾ കാണാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു വിൻഡോ കാണുന്ന സമയത്ത് ഇതും കാണാൻ വേണ്ടി പാടില്ല. ഇത് കാണുന്ന സമയത്ത് ഈ 2 വിൻഡോയും കാണാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യണം, ഹൈഡ് ചെയ്യിക്കണം. ഇവിടെ ഞാനിവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 3 വിസിബിലിറ്റി ഇത് വന്നിട്ടുണ്ട് ഇവിടെ സ്റ്റേറ്റ്സ്. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ സെലക്ട് ചെയ്യുന്നു. W3 എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ W3 എന്ന് പറഞ്ഞത് 150 × 150 ആണ്. ഇത് അതായത് ഈ വിൻഡോ കാണുന്ന സമയത്ത് ഈ 2 വിൻഡോയും കാണാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് മേക്ക് ഇൻവിസിബിൾ, അതുപോലെ തന്നെ മേക്ക് വിസിബിൾ. ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, മേക്ക് ഇൻവിസിബിൾ സെലക്ട് ചെയ്യുന്നു. ഈ 2 വിൻഡോസും സെലക്ട് ചെയ്യുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്തായി, അത് ഇൻവിസിബിളായി. ഇനി അടുത്തത് 100 × 150 അത് സെലക്ട് ചെയ്തു. അത് കാണുന്ന സമയത്ത് ഇതും കാണാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇൻവിസിബിൾ സെലക്ട് ചെയ്യുന്നു, മേക്ക് ഇൻവിസിബിൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇത് സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചു. അതിനുശേഷം വീണ്ടും എൻ്റർ അടിച്ച് ഇത് സെലക്ട് ചെയ്തിട്ട് വീണ്ടും എൻ്റർ. ഓക്കെ. ഇനി അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, W1 സെലക്ട് ചെയ്യുന്നു. എനിക്ക് അടുത്തത് ഏതൊക്കെയാണ് ഇൻവിസിബിൾ ആവേണ്ടത്, അതായത് ഇത് കാണണം. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഈ 2 ഇൻവിസിബിൾ ആവണം. അതിനുവേണ്ടി ഞാൻ വീണ്ടും ഇൻവിസിബിൾ എടുക്കുന്നു. ഇത് 2
ഈ 2 വിൻഡോയും സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, എൻ്റർ. മനസ്സിലായല്ലോ? ഇനി വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, 150/150 എന്നുള്ള സംഭവം സെലക്ട് ചെയ്യുന്നു. അപ്പം കണ്ടോ, ആ 2 ഹൈഡ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ 100/150 സെലക്ട് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള 2 ഹൈഡായി. ഇനി ഞാൻ 50/150 സെലക്ട് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള 2 ഹൈഡായി. ഇനി ഇതിനെല്ലാം ഓരോ പോർഷനിലാണുള്ളത്, അതായത് ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ ആയിട്ടാണുള്ളത്. അപ്പോൾ അതിനെല്ലാം കൂടി ഒരു ഇതിലേക്ക് കൊണ്ടുവരണം, ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, വിസിബിലിറ്റി മോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ള 2 കൂടി നമുക്ക് തൽക്കാലത്തേക്ക് അത് വിസിബിളായി കാണിച്ചു തരും. ഇതിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് പ്രസ് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ ഈ സെൻറ്ററിലേക്ക് വെച്ചു. അതിനുശേഷം മറ്റേത് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻട്രൽ പോയിന്റിലേക്ക്, എല്ലാത്തിനെയും ഒരു പോയിന്റിലേക്ക് ഞാൻ മെർജ് ചെയ്തു. അതിനുശേഷം ഇവിടെ ക്ലോസ് എഡിറ്റർ കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾക്ക് സേവായി കിട്ടി. ഇനി ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വിസിബിലിറ്റി ഇവിടെ കാണിച്ചു തരും. ഇവിടെ നിന്ന് 150 ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി 100 സെലക്ട് ചെയ്യുകയാണെങ്കിൽ 100ലേക്ക് വരും, 50ലേക്ക് വരികയാണെങ്കിൽ 50 സെലക്ട് ചെയ്യും. അപ്പോൾ ഈ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.